നൂറ്റിമൂന്നാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയറ്റിലെ പൂ പോലെ അവൻ പോകുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. എന്നും യഹോവയെ വാഴ്ത്തുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം വേദഭാഗം വായന. ഒന്ന് പത്രോസ് 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള നിർവചനങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള നിർവചനങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്,
ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിക്കാതെ എത്രയും ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി വിടുന്ന ആടുകളെ പോലെ ആയിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷണമായവരിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് തന്നെ. ആമേൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി നമുക്കായിരിക്കാം. ഈ സമയം ജാസ്മിൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വമായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ പ്രാർത്ഥിക്കാം. പ്രേരണവാനും സ്നേഹവാനുമായ കർത്താവേ, ദൈവമേ, സന്ധ്യങ്ങൾ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലായി കളെ സഹായിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, അനേകായിരങ്ങൾ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവെ കഴിയാത്ത വിധം അനേകായിരങ്ങൾ കർത്താവെ വേദനയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവെ, അനേകം പേർ കർത്താവെ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും കർത്താവെ മറ്റു പ്രകൃതി ദുരന്തങ്ങളിലും പെട്ട് കർത്താവെ വേദനയിലും ഭാരത്താലുമായിരിക്കുമ്പോൾ കർത്താവെ, പാപികളും ദോഷങ്ങളുമായ അടിയങ്ങളെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വാർഡുകൾ മനുഷ്യനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിയുവാനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവരുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും കർത്താവ് ഒരുമനപ്പെട്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനായി അവരെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, വന്നിരിക്കുന്ന എല്ലാ മക്കളും കർത്താവെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവരുടെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രകാരം കർത്താവെ ഒരു ദേശത്ത് അങ്ങയുടെ വചനം വിളിച്ചോതുവാനുള്ള കൃപകൾ നൽകിയ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവം ഒരു കൂട്ടം മക്കളെ അങ്ങ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, അവരുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ ദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങയുടെ വയൽ പ്രദേശത്ത് കർത്താവെ ധാരാളമായി വേല ചെയ്യുവാനുള്ള എല്ലാ കൃപകളും കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, ഈ ഭവനത്തിലെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, അവരുടെ കർത്താവെ ഭവനങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. എല്ലാ ഭവനങ്ങളിലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള എല്ലാ കൃപകളും കർത്താവെ എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ആരെങ്കിലും ഭാരത്തോടും രോഗത്തോടും കർത്താവെ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ ഈ കൂട്ടായ്മ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് കർത്താവെ അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും പ്രാപിച്ച് മടങ്ങുവാനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, ഗാനങ്ങൾ ആലപിക്കുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, അങ്ങയുടെ ഗാനങ്ങൾ കർത്താവെ നല്ല രീതിയിൽ പാടുവാനുള്ള എല്ലാ കൃപകളും കർത്താവെ ആ മക്കൾക്കങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവരെ എല്ലാവരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും
നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചു കർത്താവെ, കഴിയാതെ വണ്ണം കർത്താവെ, വീടുകളിലായിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന ആളുകളിൽ കർത്താവെ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ കൃപകളും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, ഈ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശവാസികളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഇന്നയോളം കാത്തു പരിപാലിക്കുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവമേ, ആ ഭാഗങ്ങളിൽ കർത്താവെ വേദനയാലും ഭാരത്താലും ആയിരിക്കുന്ന എല്ലാ മക്കളെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. ദൈവത്തോടുകൂടെ എവരുമില്ലാതെ വന്ന കർത്താവെ, അവർ കർത്താവെ വേദനയാലും ഭാരത്താലും ആയിരിക്കുമ്പോൾ ദൈവമേ അങ്ങിലേക്ക് തിരിഞ്ഞു കർത്താവെ അങ്ങിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാനായ മക്കളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നതാ. ദൈവമേ, വചനം നൽകുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കർത്താവെ ഇന്ന് ലഭ്യമാകുവാനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകനെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകന്റെ കൂടെ എല്ലാം കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകൾ പ്രാപിക്കുവാനായി കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവെ ഈ സഭയെയും കർത്താവെ, സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ, സഭയിലെ എല്ലാ വിശ്വാസികളും കർത്താവെ, ദൈവം ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നതാ. കാത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ചോദിച്ചത് അധികം നന്മകളായിട്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയുടെ സന്തോഷം പിടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് അങ്ങനെയുള്ളാകുന്നല്ലോ. ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രത്യേകമായ ഏരിയ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾക്കും ഇവിടെ കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഇതിൽ കൃത്യമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ. ഞങ്ങളുടെ പേരയം ടൗൺ CSI ഇടവകയുടെ 34ാമത് സഭാദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇത് രണ്ടാമത്തെ ഏരിയ കൺവെൻഷനാണ്. അപ്പോ രണ്ടാമത്തെ ഏരിയ കൺവെൻഷൻ ഏത് ഏരിയയിൽ വെച്ച് നടത്തണമെന്ന് കമ്മിറ്റിയായിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോഴേക്കും ഈ വീട്ടിലെ പ്രിയപ്പെട്ടവര് അതിനുള്ള അവസരം നൽകിക്കൊണ്ട് ഈ വീടിന്റെ അങ്കണം അതിനായിട്ട് നൽകാം, ഇവിടെ വെച്ച് നടത്തണമെന്ന് അവർ താല്പര്യപ്പെട്ടു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ കുടുംബം ചെയ്തിരിക്കുന്നു. ഈ കുടുംബത്തോടുള്ള പ്രത്യേകമായ സ്വാഗതവും നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കട്ടെ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനുഷ്യ ജീവിതത്തിന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സൗഖ്യമില്ലാതെ എവിടെ പോയാൽ അല്പം ആശ്വാസം കിട്ടും, എവിടെ പോയാൽ അല്പം സൗഖ്യം കിട്ടും എന്നുള്ള ചിന്തയിൽ മനുഷ്യൻ വിരഞ്ഞോടുന്നതായ ഒരവസരമാണ്. ഒരു കൂട്ടര് അപ്രകാരമായിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ആശ്വാസത്തിനായി, സമാധാനത്തിനായി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകുന്നു. ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തിന്റെ സ്ഥിതിയിലായിരുന്നുകൊണ്ട് ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ദൈവം നൽകുന്ന അവസരത്തിനായി ദൈവത്തെ ബോധപ്പെടുത്തുകയാണ്. അത് ദൈവം തരുന്ന സമാധാനവും സന്തോഷവും അത് മനുഷ്യൻ തരുന്ന പോലെയല്ല, ലോകത്ത് തരാൻ കഴിയുന്നതല്ല. അതത്രേ ദൈവം നമുക്ക് നൽകുന്നത്. ഞാൻ വേഗത്തിന്റെ കത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഈഗിൾസ് ബാൻഡ് തിരുവനന്തപുരം എന്ന സുവിശേഷ സംഘടനയാണ്. ആ സംഘടന പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ യുവാക്കളൊക്കെയാണ്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവസരം, ആയുസ്, അവർക്ക് ദൈവം നൽകുന്ന താലന്തുകൾ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, പ്രസംഗിക്കാനൊക്കെ ദൈവം അവർക്ക് താലന്തുകളെ നൽകിയിട്ടുണ്ട്. ആ നൽകിയിട്ടുള്ള താലന്തുകളൊന്നും തന്നെ അവർ നാളുകളിൽ നഷ്ടമാക്കി കളയാതെ അതിങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്ഥലം നിൽക്കുന്നു. ദൈവം അവരെ നാൾക്ക് നാൾ ശക്തിപ്പെടുത്തുന്നു. പുരോഗതിയിലേക്ക് അവർ വളർന്നു വരുന്നു. അവർ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന സുധീഷ്,
ജാസ്മിൻ, ശാലിനി, നിഖിൽ രാജ് തുടങ്ങി എല്ലാവരോടുള്ള ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും അതിൽ പ്രവർത്തിക്കുന്ന ഒരാള് കീബോർഡ് ചെയ്യുന്നത് നമ്മുടെ വിതുര ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന അച്ഛന്റെ പ്രിയ മകനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ മീൻമുട്ടി സഭയില് ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റെല്ലാവരും ഓരോരുത്തരെയും കുറിച്ച് പറയാനുള്ള അത്രത്തോളം എനിക്ക് അറിയില്ല. പിന്നെ അതിലിരിക്കുന്ന കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ആള് വൻപിച്ച വലിയൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ തന്നെ എനിക്ക് അറിയാം. അപ്പോ അവരെല്ലാം ഈ നാളുകളിൽ ഈ കർത്താവിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ താല്പര്യത്തോടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സംഘത്തിലെ അങ്ങളെ ഈഗിൾസ് ബാൻഡ് തിരുവനന്തപുരം എന്ന ഈ സൂര്യ സംഘടനയുള്ള എല്ലാ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേക ഞങ്ങളുടെ സഭയായി ഈ ഭവനത്തിന്റെ പേരിൽ നീളോത്തിന്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദൈവനാമത്തിലുള്ള നന്ദിയും ഞാൻ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന മറ്റേ സഭാ സെക്രട്ടറി സംഗീതയാണ്, സഭയുടെ കമ്മിറ്റി അംഗങ്ങള്, പിന്നെ കഫ്യാര് തുടങ്ങിയ സഭയിലെ അംഗങ്ങൾ ധാരാളം പേരുണ്ട്. അതിനേക്കാൾ ഉപരി ഈ പ്രദേശത്തിലുള്ള ധാരാളം പേര് പങ്കെടുത്തിട്ടുണ്ട്. സഭ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസം കൂടാതെ വളരെ താല്പര്യത്തോടുകൂടി ഈ സുവിശേഷ ആരാധനയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്താൽ അവരിങ്ങനെ വന്നത്, അതുപോലെ തന്നെ ഈ കുടുംബത്തോടുള്ള സന്തോഷത്താൽ അവരിങ്ങനെ പങ്കെടുത്തിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. ഒപ്പം നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ഭവനാങ്കണം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടു നൽകിയ ഒരുക്കിയ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഈ കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. ഇപ്പോൾ കൊയർ ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതാണ്. Oh,
അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പരിശുദ്ധ പിതാവേ, ഞങ്ങളേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങ് മൗതപ്പെട്ടതേ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ എന്നോളം കണ്ടില്ലാത്ത ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകി. പലക്കാലം പോലും ദൈവമേ അങ്ങനെയുള്ള നന്മകൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങ് മൗതപ്പെട്ടതേ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവമേ അവിടുന്ന് കാത്തു പരിപാലിച്ച് ഒരു അനർത്ഥങ്ങളോ ആപത്തുകളോ കഷ്ടതകളോ ഭാരങ്ങളോ ദൈവമേ ഒരു നിലവിളിയൊന്നും ഞങ്ങളുടെ ഭവനങ്ങളൊന്നും വരാതെ വേണം കർത്താവ് കാത്ത് പരിപാലിച്ചത് കൊണ്ട് ദൈവമേ ഈ ഭവനക്കാലത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവത്തെ ആരാധിക്കാൻ നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങളങ്ങ് മോദപുരത്തെ കർത്താവെ, ഈ ഭവനാങ്കണം ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഞങ്ങളെ മക്കൾ ഒരുക്കിയല്ലോ, അതിനായി മോദപുരത്തെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നന്മകൾ നിറയ്ക്കണമേ. ആവശ്യമായ
ആവശ്യമായ അനുഗ്രഹങ്ങള്, നന്മകള്, സമാധാനം, സന്തോഷം, സൗഖ്യമൊക്കെ ഈ കുടുംബത്തിന് ദൈവം നൽകി ഞങ്ങളുടെ മക്കളെ മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രദേശി ദൈവമേ, കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന സുവിശേഷ സംഘത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവം നൽകിയിരിക്കുന്ന കർത്താവെ സാഹചര്യങ്ങള് ദൈവം ഞങ്ങളുടെ മക്കൾ ദൈവനാമത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന, സ്വർഗം പ്രസാദിക്കുന്ന, ദൈവം അവരെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാക്കി, ദിവസങ്ങളാക്കി കർത്താവെ അത് തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാഥനെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭ വ്യത്യാസമില്ലാതെ, കർത്താവെ ജാതി മത വ്യത്യാസം ഒന്നും കൂടാതെ വണ്ണം ദൈവത്തെ ആരാധിക്കാൻ കർത്താവെ താല്പര്യത്തോടെ കടന്നു പ്രിയപ്പെട്ടവര്, ഈ കുടുംബത്തോടുള്ള സ്നേഹബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവെ എല്ലാവരും നാഥനെ ഏൽപ്പിക്കട്ടെ. ഒരാൾ വന്നവരല്ല കർത്താവെ, രോഗത്തോട് വന്നവരുണ്ട്, സമാധാനമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്, സന്തോഷമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, സകല നന്മകളും നിങ്ങളുടെ മക്കൾക്ക് ദൈവം നൽകണമേ. കുടുംബത്തിൽ കർത്താവെ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നവരുണ്ട് കർത്താവെ, എല്ലാം ദൈവം അറിയുന്നുണ്ടല്ലോ. ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്കെല്ലാം വിടുതല്, ആശ്വാസവും നൽകിയുടെ മക്കളെ ദൈവം മാനിക്കണമേ, പരിപാലിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ വന്നതുകൊണ്ട് ദൈവമേ അനുഗ്രഹിച്ചു, യേശുവിനെ തൊട്ടെന്ന് ദൈവമേ പറയുവാൻ, സാക്ഷിക്കുവാൻ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് വലിയത് ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലവനായ ദൈവമേ, ഞങ്ങൾ കേൾക്കാമെന്ന് വചനത്തെ ദൈവം ഏൽപ്പിക്കട്ടെ. സംസാരിപ്പാൻ വചനം സംസാരിക്കാൻ ദാസനെ ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ഓരോ ജീവിതങ്ങൾക്ക് ആവശ്യമായ കർത്താവ് പ്രത്യാശമായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനം, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ ദേശത്ത് അനുഗ്രഹിക്കണമേ, ദേശവാസികൾ അനുഗ്രഹിക്കണമേ. ഇവിടെ അടുത്ത് താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ ഭവനങ്ങളെയും നാളെ രക്ഷിക്കണമേ. അവിടെ മക്കൾ ജീവിത കർത്താവ് സമാധാനം, സന്തോഷം സ്ഥിരമാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പകർച്ചവ്യാധിയിൽ നിന്നല്ല ഈ ദേശത്തെ ദൈവം പിടിപ്പിക്കണമേ. എല്ലാ അന്ധകശക്തി മാർഗ കർത്താവ്, പൈശാചികമായ എല്ലാ പ്രതിയും മാർഗ കർത്താവ്, ദൈവം അധിവസിക്കുന്ന, ദൈവം പ്രവർത്തിക്കുന്ന ദിവസമായി, നിമിഷമായി അങ്ങ് തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അർപ്പിച്ച സ്തോത്രങ്ങൾ ഏൽപ്പിക്കുന്നു. അർപ്പിച്ച എല്ലാ മക്കളെയും നൂറുമേനി കർത്താവുടെ മക്കളെ ശ്രേഷ്ഠ മണ്ണിൽ പരിപാലിക്കണമേ. യേശു നാം പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നിയ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പരിശുദ്ധപിതാവേ, ആമേൻ. വീണ്ടും കൊയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് നിഖിൽ രാജ് ദൈവസന്നിധിയിൽ ഭജന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും.
കരങ്ങളാക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് കർത്താവെ, ഭവനത്തിലായിരുന്നുകൊണ്ട് കർത്താവെ, അങ്ങേ സ്നേഹിക്കുവാൻ ലഭിച്ച ഓരോ കൃപയായിട്ട് നന്ദി പറയുന്ന സ്തോത്രം കഴിക്കുന്നോട്ടാം. ഈ അല്പസമയം വചനത്തിനാമത്തിന് വേണ്ടി നടന്ന കർത്താവെ, ഈശ്വരനോടിരുന്ന് കർത്താവെ, അടയാളത്തിനേ കർത്താവെ, ഈ ദേശത്തോളം അതേപോലെ കോരാനിക്കുന്നവർക്ക് എന്ത് നേടണമെന്ന് അറിയുന്നില്ല കർത്താവെ. അങ്ങ് അടയാള തകർന്നേ കർത്താവെ, ഓരോരുത്തരെയും കൃപ കൊണ്ട് നടക്കണമേ കർത്താവെ. എല്ലാവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയുടെ വിത്താകുന്ന വചനം അവിടെ നല്ല ഹൃദയങ്ങളിൽ വീണ് അത് 30, 60, 100 പേര് ഫലം കായ്ക്കാനുള്ള കൃപ അങ്ങ് പകരണമേ കർത്താവെ. സകലവും കീഴിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വീണ്ടും വർദ്ധനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു നല്ലൊരു വേളയില് നിങ്ങളോടൊപ്പം ഈ ഒരു വാർഡ് കൺവെൻഷനിൽ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുവാനും ദൈവവചനം പകരുവാനും ഒക്കെ ദൈവം നൽകിയ ഈ വലിയ കൃപ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഇവിടുത്തെ സദാ ശുശ്രൂഷനോടും പ്രത്യേകിച്ച് കൂടാതെ ഞങ്ങളുടെ ടീമിലെ ഓരോ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളെക്കാളും വളരെയധികം കഴിവുകളുള്ളവരാണ് ഈ ടീമിലുള്ളത്. നിങ്ങൾക്കറിയാം സുശേഷമായിരിക്കുന്ന പ്രൊജക്ട് അതുകൊണ്ട് അദ്ദേഹം എഴുതാവുമ്പോൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രസംഗിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ മുൻ കൺവെൻഷനെല്ലാം പ്രസംഗിക്കാറുള്ളത്. എന്നാലും എനിക്ക് അവസരം നൽകി. അതുപോലെ കൂടാതെ നടത്തിയുള്ള മറ്റൊരു എന്നെക്കാട്ടുമൊക്കെ നല്ല പ്രമുഖമായിട്ട് ഗാനങ്ങൾ ആരംഭിക്കുന്നവരാണ്. സാറിനെ സാറിനെ വെച്ച് കാണാറുണ്ട്. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഡിറ്റൻസിലൂടെ എപ്പോഴും കൈയൊക്കെ കാണിക്കുന്ന ഒരു സാറാണ്. സാറിനെ നമ്മളോട് ഓർക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അതെന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോടൊപ്പം BBSന് ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഓർമ്മയുണ്ടാവും വഴിയില്ല. എന്നാലും ഒരു ചെറിയ ഒരു ഓർമ്മയില്ല. എന്നാലും ഓർമ്മ സാറ് ഇല്ലായിരുന്നു. 10 വർഷം മുമ്പ് 2014 നിങ്ങളോടൊപ്പം BBS ശുശ്രൂഷയിൽ കടന്നു വരാൻ ദൈവകൃപ നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി നിൽക്കാൻ എനിക്ക് കൃപ നൽകി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്ത സമയം നമുക്ക് എല്ലാവർക്കും പരിചിതമായ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. കുറച്ച് സമയം നമുക്കെല്ലാം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചെടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും രഹസ്യ ക്രിസ്ത്യാനികളാണോ അതോ പരസ്യ ക്രിസ്ത്യാനികളാണോ? നാം ഉൾപ്പെടെയുള്ളവർ രഹസ്യ ക്രിസ്ത്യാനികളാണോ അതോ പരസ്യ ക്രിസ്ത്യാനികളാണോ? ക്രിസ്ത്യാനി എന്ന വാക്കിനല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മളിലുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് മറ്റുള്ളവരോട് തുറന്ന് പറയുവാൻ മടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മറിച്ച് ഞാൻ എന്റെ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ നൽകുന്ന ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണോ ഞാൻ എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ അപ്പനും അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ അപ്പനും അമ്മച്ചിയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു പോന്നു. ഈ അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൂപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അപ്പൂപ്പന്റെ കയ്യില് ഒരു പൊതി ഉണ്ടാവും. നല്ല ചൂടുള്ള പരിപ്പോട, നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ചൂടുള്ള പരിപ്പോട. ഇവരോട് അമ്മച്ചിമാർക്കൊക്കെ ഇഷ്ടമാണോ ചൂടുള്ള പരിപ്പോട? ഇഷ്ടമാണ്. അമ്മച്ചിമാരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് ചൂടുള്ള പരിപ്പോട. ഈ അപ്പൂപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോ കയ്യിൽ എന്തുണ്ടാവും? ഈ ചൂടുള്ള പരിപ്പോട ഉണ്ടാവും. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരുന്നതുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ കാത്തിരിക്കും. ഒരു ദിവസം ഒരു കൺവെൻഷൻ യോഗത്തിൽ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. ഇരുന്ന് ഇങ്ങനെ പ്രസംഗം തുടങ്ങി. പ്രസംഗം ഇങ്ങനെ നീണ്ടു പോയപ്പോ സ്വാഭാവികമായിട്ടും അമ്മച്ചി എന്നറിയാമോ ഒന്ന് മയങ്ങിപ്പോയി. സ്വപ്നം കണ്ടു. അമ്മച്ചി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്: അപ്പൂപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നു, കയ്യിൽ എന്തുണ്ട്? പരിപ്പോടുണ്ട്, ചൂടുള്ള പരിപ്പോടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്വപ്നത്തിൽ അമ്മച്ചി കണ്ടത്, അമ്മച്ചി ഇങ്ങനെ കൈ നീട്ടുന്നു, അപ്പൂപ്പൻ ഈ പരിപ്പോട അമ്മച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ ആ വാഴയിലേക്ക് നിവർത്തി ആ പരിപ്പോട എടുത്ത് അമ്മച്ചി ഒരൊറ്റക്കടി പെട്ടെന്ന് അയ്യോ എന്നൊരു ഈ സംഭവം വേറൊന്നുമില്ല. പരിപ്പുട എന്ന് പറഞ്ഞ് അമ്മച്ചി കടിച്ചത് അടുത്തിരുന്നാളുടെ മൂക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ഉറങ്ങാതെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ മൂക്കിൽ ഞാൻ ഉത്തരവാദിയല്ല, ഉറങ്ങാതിരിക്കുക. നിങ്ങൾ അടുത്തിരിക്കുന്നവർ ഉറങ്ങാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, 5 പ്രലോഭനങ്ങളാണ് നിങ്ങൾ ഇതിന് പങ്കുവയ്ക്കാറുള്ളത് കേട്ടോ. 5 പ്രലോഭനം.
പ്രലോഭനങ്ങൾ. ഈ പ്രലോഭനങ്ങൾ നടക്കുന്ന 5 വ്യക്തികളെയും കാണുന്നത് ഒരേ സന്ദർഭമാണ്. സന്ദർഭം ഇതാണ്: യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത്, ക്രൂശിലേറ്റുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് 5 പ്രലോഭനങ്ങൾ നേരിട്ട 5 വ്യക്തികൾ, അവർക്ക് എങ്ങനെയൊക്കെയാണ് ഈ പ്രലോഭനത്തെ അതിനെ അതിജീവിച്ചത്, അല്ലെങ്കിൽ ഈ പ്രലോഭനത്തെ എങ്ങനെയൊക്കെ അവർ തരണം ചെയ്തു എന്നതിനെ പറ്റി നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങൾ കടന്നു വന്നേക്കാം. ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. അത് എപ്രകാരമൊക്കെ നമുക്ക് അതിജീവിക്കാം എന്നതിനെ പറ്റി നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ പ്രലോഭനം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു: ഐ ആം വീക്ക്, എനിക്ക് ബലമില്ല. ഐ ആം വീക്ക്, എനിക്ക് ബലമില്ല. ഞാൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ എന്റെ കൺമുമ്പിൽ ഒരു അനീതി നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അക്രമം നടക്കുകയാണ്. എനിക്കറിയാം ഈ നടക്കുന്ന സംഭവം തെറ്റാണ്. പക്ഷേ ഞാനിപ്പോൾ മുന്നോട്ട് കടന്നു വന്നിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ എതിർത്ത് സംസാരിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഇവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ തന്നെ വിധി എഴുതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് ഇതിനെതിരെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മളെ തന്നെ വിധി എഴുതി. ഞാനൊരു ബലമില്ലാത്ത വ്യക്തിയാണെന്ന് സ്വയം വിധി എഴുതിക്കൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു. എന്റെ മുമ്പിൽ ഒരു അനീതി നടക്കുന്നു, പക്ഷെ ഇതിനെതിരെ ഞാൻ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ തന്നെ വിധി എഴുതി നമ്മൾ മാറി നിൽക്കുന്നു. ഇതിനാണ് എനിക്ക് ബലമില്ല എന്ന പ്രലോഭനം നമ്മുടെ മുമ്പിൽ ഉടലെടുക്കുന്നത്. ഈ ഒരു പ്രലോഭനം കടന്നു വന്ന ഒരു സ്ത്രീയെ നമുക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് കാണുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റാരുമല്ല, പീലാത്തോസിന്റെ ഭാര്യ. അവിടെ യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്നതിന് വേണ്ടിയിട്ട് കോടതി വരാതെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പീലാത്തോസിന്റെ ഭാര്യയ്ക്കറിയാം, ഞാനിപ്പോൾ മുന്നോട്ട് കടന്നു വന്നിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ എതിർത്ത് സംസാരിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുക തന്നെ ചെയ്യും. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുവാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഉറക്കം കിട്ടുന്നില്ല. ഈ സ്ത്രീക്ക്, പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. ദുസ്വപ്നങ്ങൾ കാണുന്നു. അവസാനം എന്ത് അറിയാമോ? ഒരു കുറിപ്പെഴുതി പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇയാൾ സത്യമായി നീതിമാനാണ്, ഹൃദയത്തിനെതിരെ നമ്മൾ ഒന്നും ചെയ്യരുത്. ഈ നീതിമാനായ വ്യക്തി നമ്മൾ ഒന്നും ചെയ്യരുതെന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു. അയാൾ സത്യമായി നീതിമാനാണ്, അയാളെ ഒന്നും നമ്മളായിട്ട് ചെയ്യരുതെന്ന് ഒരു പ്രതിജ്ഞ നൽകുന്നു. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ബലമില്ലാത്ത ഒരു വ്യക്തിയാണ്, ഞാൻ ബലഹീനനായ ഒരു വ്യക്തിയാണ് എന്ന് കരുതി വേണമെങ്കിൽ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിനെതിരെ സംസാരിച്ചിട്ടോ ഒരു കാര്യവുമില്ല, ഇതിനെതിരെ എതിർത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ തീരുമാനത്തിന് ഒരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ ഞാൻ എന്ന വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ചിലപ്പോൾ നമ്മളെ പറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവമുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ വീടിന്റെ സൈഡിൽ അല്ലെങ്കിൽ വീടിന്റെ അടുത്തൊക്കെ കൂടിയിരുന്നിട്ട് നമ്മൾ ഓരോരുത്തരെ പറ്റി കുറ്റം പറഞ്ഞു തുടങ്ങാറുണ്ട്. അല്ലെ, ഓരോരുത്തരെ പറ്റി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു തുടങ്ങാറുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തോളം ഒരാൾക്കെങ്കിലും അറിയാമായിരിക്കും ഈ പറയുന്നതൊന്നും ശരിയല്ല. പക്ഷേ ഞാനിപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചാൽ ഇപ്പോൾ ഞാനാകും അവിടെ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ഞാനിതിനെ എതിർത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് കരുതി മിണ്ടാതിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ബലഹീനനാണ് എന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. മറിച്ച് എന്നെ ശക്തനാക്കുന്നു മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. എനിക്ക് ബലം നൽകിയ ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെയാണോ തെറ്റ് നടക്കുന്നത്? അവിടെ നമുക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഞാൻ എന്ന വ്യക്തിക്ക് അതിനെതിരെ ഒരു ചൂണ്ടുണ്ടെങ്കിലും അനക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എസ്തറിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. തന്റെ ജനത്തിന് വേണ്ടിയിട്ട് തന്റെ ജീവൻ പോലും പോകാവുന്ന അവസ്ഥയിൽ പോലും രാജാവിന്റെ അടുക്കിലേക്ക് എന്റെ ജീവൻ പൊക്കോട്ടെ എന്നതുപോലെ വകവയ്ക്കാതെ തന്റെ ജനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് കടന്നു വന്ന ധീരയായ വനിത. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എന്ന വ്യക്തിക്ക് നമ്മൾ ആരും ബലമില്ലാത്ത വ്യക്തികളല്ല. എന്നെ കൊണ്ടും പലതും ചെയ്യുവാനുണ്ട്. ഞാൻ എന്ന വ്യക്തിക്കും ക്രിസ്തുവിന് വേണ്ടി പലതും ചെയ്യുവാനുണ്ട്. ഐ ആം വീക്ക് എന്ന പ്രലോഭനം, എനിക്ക് ബലമില്ല എന്ന പ്രലോഭനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുറച്ചു മാറ്റുക. അതിന് ഉദാഹരണമായി പറഞ്ഞത് പീലാത്തോസിന്റെ ഭാര്യ.
വേദത്തിൽ തന്നെ രണ്ടാമത്തെ പ്രലോഭനത്തിലേക്ക് പോവുകയാണ്. ഐ ആം ഷൈ, എനിക്ക് നാണമാണ് എന്ന പ്രലോഭനം. ഐ ആം ഷൈ, എനിക്ക് നാണമാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഒരു പ്രലോഭനമാണ് കേട്ടോ നാണക്കേട്, അല്ലെ? മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇതാണ് ഏറ്റവും കൂടുതൽ യുവാക്കളിലൊക്കെ കാണുന്ന ഒരു കുഴപ്പമാണ്. എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഒന്ന് പിന്നെ വലിഞ്ഞു നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ സുശേഷനായിക്കോട്ടെ, നമ്മളെ ചില മുന്നിലോട്ട് പോയിട്ട് ഒരു പാട്ടമാണ്, അതിൽ വേദപുസ്തകം വായിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ വിളിക്കുമ്പോ നമ്മൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവരെ തട്ടിവിടാറുണ്ട്, നീ പോ, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇത് ചെയ്താൽ ശരിയാകുമെന്നല്ല, മറിച്ച് എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എനിക്ക് നാണമാണ് എന്ന ചിന്ത. എന്നാൽ ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ച ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതും ഒരു സ്ത്രീയാണ് കേട്ടോ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഈ സ്ത്രീയെ നമ്മുടെ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല, മറിച്ച് കത്തോലിക്ക വിശ്വാസ പാരമ്പര്യമായിട്ട് അവർ ആരാധിച്ചു വരികയും അവരുടെ വേദപുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് വെറോണിക്ക എന്ന പേരുള്ള ഒരു സ്ത്രീ. ഈ സ്ത്രീ ആരെന്ന് പറഞ്ഞാൽ ഇതൊരു കഥയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊരു ഐതിഹ്യമായിക്കോട്ടെ, ഇതൊരു സംഭവമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ ഇതൊരു കഥയായാൽ പോലും ഈ സ്ത്രീ കാണിച്ച ഒരു മനസ്സിനെയാണ്. ഈ സ്ത്രീ ചെയ്തത് എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ പോകുന്ന സമയത്ത് ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുകയും ആ ക്രൂശിൽ ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് കയറുകയൊക്കെ ചെയ്തപ്പോ ആകപ്പാടെ തളർന്ന് ആ മുക്കിടമൊക്കെ ചൂടി മുഖമാകെ വിരൂപമായിട്ട് രക്തവും വിയർപ്പും കലർന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത്രയും ജനക്കൂട്ടം അവിടെ നിൽക്കെ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും ഒരു വെള്ള തൂവാലയുമായി കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ മുഖം ഒപ്പിയെടുത്ത വെറോണിക്ക എന്ന പേരുള്ള സ്ത്രീ. ഈ സ്ത്രീ നമ്മുടെ വേദപുസ്തകം കാണുന്നില്ല. കത്തോലിക്ക വിശ്വാസ പാരമ്പര്യമായിട്ട് അവർ ആരാധിച്ചു വരുന്ന സ്ത്രീയാണ് വെറോണിക്ക എന്ന പേരുള്ള സ്ത്രീ. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ സ്ത്രീയുടെ മനസ്സിൽ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ മനസ്സിൽ തോന്നിയേക്കാം, ഞാനിപ്പോൾ ഇത് മുന്നോട്ട് കടന്നു വന്ന് ചെയ്താൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ മുഖം ഓടിപ്പോയി തുടച്ചു കൊടുത്താൽ ഈ നോക്കി നിൽക്കുന്നവർ എല്ലാവരും എന്നെ പറ്റി എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന ഒരു നാണക്കേട് നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. ഞാൻ മുന്നോട്ട് കടന്നു വന്നാൽ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും. ഈ ഒരു നിസ്സാരമായ ഈ ഒരു പ്രലോഭനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും നമ്മൾ മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗം. അവിടെ നമുക്കൊരു സ്ത്രീയെ കാണുവാൻ സാധിക്കുന്നില്ല. രക്തസ്രാവം രോഗം കാണുവാൻ സാധിക്കുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ രക്തസ്രാവം എന്ന രോഗം ബാധിച്ച സ്ത്രീയാണ് ഈ വെറോണിക്ക എന്ന പേരുള്ള സ്ത്രീ എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഒരു സമയത്ത് തന്റെ രോഗാവസ്ഥ പോലും മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ സാധിക്കാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു വന്ന് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ട് സൗഖ്യമാക്കുവാൻ വിചാരിച്ച സ്ത്രീയാണ് പിന്നീട് ഇത്രയും പേർ നോക്കി നിൽക്കെ ചിന്ത പോലുമില്ലാതെ ആ ും എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മുഖം വെട്ടിയെടുത്ത ആ സ്ത്രീയാണ് മാറിയത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളും പലപ്പോഴും പലതും ചെയ്യുവാനായിട്ട് പോകുമ്പോൾ നമുക്ക് നിരുത്സാഹം ഉണ്ടായേക്കാം, മറ്റുള്ളവരെ നമ്മൾ പിൻവലിച്ചേക്കാം. എന്നാൽ ആ ഒരു ചിന്തയെ നമ്മൾ എടുത്തെറിഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കാം, പലപ്പോഴും മനുഷ്യന്മാർ പലപ്പോഴും നിസ്സഹായരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന വാർത്താ മാധ്യമത്തിലൊക്കെ നമ്മളിപ്പോ ടി വി തുറക്കാൻ പറ്റില്ല, അല്ലേ? ടി വി തുറക്കാം. ഒരു സമയത്ത് നമ്മൾ ടി വി തുറക്കുമ്പോ വൈകുന്നേരമാകുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ സംസാരം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 24 മണിക്കൂർ നമ്മൾ കാണുന്നത് വയനാടിലേക്കാണ്, വയനാടിന്റെ അവർക്ക് ദുരന്ത മുഖങ്ങളിലേക്കാണ്. നമ്മൾ ടി വി തുറക്കുമ്പോൾ ഫുള്ള് കരച്ചിലുകളും അവിടെയുള്ള അവസ്ഥകളും ആ എഴുതി കാണിക്കുന്ന വാർത്തകളും പത്രങ്ങൾ നമുക്കിപ്പോ നോക്കാൻ തോന്നുന്നില്ല. കാരണം വിഷമമാണ്, സങ്കടമാണ്. കാരണം ഓരോ ആളുകളുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ശവശരീരങ്ങൾക്ക് അടുത്തുകൊണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനാകാതെ ഒരു കുടുംബത്തിലെ മകൻ മാത്രം ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മകൾ മാത്രമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ദുരന്തം
നിന്നുകൊണ്ട് ഒരുപാട് പേർ വേദനിക്കുമ്പോ നമ്മൾ ഇത്രയും ജാതിപരമായിട്ട് നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ആലോചിക്കുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് ഇപ്പൊ പള്ളി പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു, പാട്ട് പാടാൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പള്ളിയിൽ ചെയ്യാൻ പോകുമായിരുന്നു, പണ്ട് ക്രിസ്മസിന് ലൈറ്റ് ഇടാൻ പോകുമായിരുന്നു, പണ്ട് നമ്മൾ വലിയ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്, പണ്ട് ഞാൻ മത്സരത്തിനൊക്കെ ഞാൻ എല്ലാ മത്സരത്തിലും നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ പോയി എനിക്കിപ്പോ ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവ് കഴിവുകൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓടിയാലും നമ്മൾ തിരക്കാവുന്നാലും നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചെലവാക്കുവാനായിട്ട് നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം എത്തുകയോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരും. അനുഗ്രഹങ്ങൾ തരും. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം, എന്റെ ജീവിത അംഗങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാനുണ്ടല്ലോ. കാരണം നമ്മൾ ആരും വലിയ വീട്ടിലെ കുടുംബങ്ങളിലാക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവർ ആരും ധനികയൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ ആരും സമ്പത്തുള്ളവരോ അല്ലെങ്കിൽ ദേശത്ത് അറിയപ്പെടുന്നവരോ വലിയൊരു മക്കളോ അങ്ങനെ ഒന്നുമില്ല, സാധാരണക്കാരാണ്. എന്നാൽ ഇന്ന് ഞാനിപ്പോ ഞാൻ 2 കണ്ണുകൾ കൊണ്ട് നിങ്ങളെ വീക്ഷിക്കുന്നു, പക്ഷെ ഇത്രയും കണ്ണുകൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനെന്ന വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് ദൈവവചനത്തിലാണ്. ഈ ദൈവവചനമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എത്രത്തോളം നമുക്ക് ഇതിനെ മാറോട് ചേർക്കുവാൻ പറ്റുമോ അത്രത്തോളം. ഇതിന് നമ്മൾ മാനിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെയും മാനിക്കും. നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്തത്തോളം നമ്മളെ ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ നാണക്കേടെന്ന് പറയുന്ന കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതലാണ് അല്ലെ, മുതിർന്നവർക്കുമുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം നമ്മുടെ സഭകളിലേക്ക് കൂട്ടായ്മകളിലേക്ക് കൂട്ടിവരുത്തുക. സൺഡേ സ്കൂൾ ആയിക്കോട്ടെ, ബാലസഖ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സംഘടന ആയിക്കോട്ടെ, യുവജന സഖ്യമായിക്കോട്ടെ, ഇതിന് ഇവിടെ കുറെ വിഭാഗങ്ങൾ തീർപ്പുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് സഭയാണ്, എന്നിട്ട് പോലും നമ്മുടെ സഭയിൽ ഇത്രയും പോലും ചിലപ്പോൾ യുവാക്കൾ ഒരു കൺവെൻഷന് വരണമെന്നില്ല. കാരണം എല്ലാവർക്കും പണത്തിന് കുറവ്, അവരുടെ മാതാപിതാക്കളെ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു തെളിവാണ്. പക്ഷെ ഇവിടെ ഉള്ള നിങ്ങളുടെ മക്കളെ അത്രത്തോളം കരുതുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നന്മയുടെ അംശം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിൽ ഒരു അപകടം വന്നാൽ പോലും ഇത്ര സമയമില്ല, ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കരുത്, അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിച്ചിരുത്തുവാൻ പോലും സാധിക്കാതെ നമ്മൾ ഓടിപ്പോകാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഞാനെന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഇന്ന സ്ഥാനങ്ങളുണ്ട് എന്നതിലൊന്നുമല്ല കേട്ടോ. മറിച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോ എന്റെ ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മളിലേക്ക് വരുന്നത്. ഒരു ലാഭവും നമ്മൾ പ്രതീക്ഷിക്കാതെ, ഒരു നന്മയും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നാം മറ്റുള്ളവർക്ക് എന്തെല്ലാം നൽകുന്നതോ അതെല്ലാം ക്രിസ്തുവിന്റെ ഭാവമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പറഞ്ഞു കേട്ടോ. എനിക്ക് ബലമില്ല എന്ന പ്രലോഭനം അത് എന്നെ അതിജീവിച്ച പീലാത്തോസിന്റെ. രണ്ടാമത്തേത് ഷൈ, എനിക്ക് നാണമാണ് എന്ന പ്രലോഭനത്തെ അതിജീവിച്ച വെറോണിക്ക എന്ന് പറയുന്ന സ്ത്രീ. 3ാമത്തെ പ്രലോഭനത്തിലേക്ക് വേഗത്തിൽ പോകുന്നു. 3ാമത്തെ പ്രലോഭനം ഐ ആം നോട്ട് ക്ലീൻ, ഞാനത്ര വെടുത്തൊന്നുമല്ല. ഞാനത്ര വെടുത്തൊന്നുമല്ല. ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ പേരില് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് കണ്ടുവരുന്ന ഒരു പ്രലോഭനമാണ് കേട്ടോ. ഞാനത്ര വെടുത്തൊന്നുമല്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും, നീ സ്ഥാനമെടുക്കും, അല്ലെങ്കിൽ നീ സൺഡേ സ്കൂളിന്റെ സെക്രട്ടറി ആകും, അല്ലെങ്കിൽ നീ സഭയിൽ ഒരു ടീച്ചറാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു സ്ഥാനങ്ങൾ വെടുത്തൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ ആരെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ വന്ന് ജസ്റ്റ് വന്നു ആരാധിക്കുന്നു പോകുന്നു, എന്റെ കാര്യം നോക്കി പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞാൻ അത്ര വ്യക്തമായ ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ വിധി എഴുതിക്കൊണ്ട് നമ്മൾ മാറി നിൽക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ചിലരോടൊക്കെ നമ്മൾ പള്ളിയിൽ വരാനൊക്കെ ചിലപ്പോൾ സുവിശേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛന്മാരായിക്കോട്ടെ പറയാറുണ്ട്, നിങ്ങൾ പള്ളിയിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും, അച്ഛൻ ഞാൻ എല്ലാവരുമായിട്ടും ഇടപഴകേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ ഇടപെടേണ്ട ആൾക്കാരാണ്. അപ്പൊ ഞാനിപ്പോ പള്ളിയിലൊക്കെ വന്ന് ഇതൊക്കെ ചെയ്താൽ എനിക്ക് ചിലപ്പോൾ എന്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടന്നു പോകുകയില്ല, അതുകൊണ്ട് ഞാൻ അത്ര വെടിപ്പായിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഞാൻ അല്ലെങ്കിൽ ഇന്ന തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, എന്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമുക്ക് നിലനിൽക്കാൻ നമ്മളൊന്നും വെടിപ്പല്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റുക. ആ ഒരു പ്രലോഭനം കടന്നു വന്ന ഒരു വ്യക്തിയെയും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക്
നോക്കിയപ്പോ രണ്ട് കള്ളന്മാരെ വലത്തും ഇടത്തുമായിട്ട് ക്രൂശിലേറ്റി, രണ്ട് കള്ളന്മാരെ ക്രൂശിലേറ്റി. ഈ കള്ളന്മാരിൽ ഒരു നല്ല കള്ളൻ ഉണ്ടായിരുന്നു, നല്ലവനായ ഒരു കള്ളൻ ഉണ്ടായിരുന്നു. ഈ കള്ളൻ ചിലപ്പോ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ തൊട്ടടുത്ത് ക്രൂശിൽ കിടന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ക്രിസ്തുവാണ്. കാരണം ഞാൻ ഇവിടെ ക്രൂശിൽ കിടക്കുന്നത്, ഈ ആളുകളാൽ തറച്ച് ഇവിടെ മരിക്കാൻ വേണ്ടി കിടക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ്. കാരണം ഞാൻ ഒരുപാട് കവർച്ചകൾ അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് ദുഷ്ടകരങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാനെന്ന കള്ളൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഇവിടെ ക്രൂശിൽ കിടക്കുന്നത്. പക്ഷേ എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ക്രിസ്തുവാകട്ടെ ഒരു തെറ്റും ചെയ്യാതെ നന്മ മാത്രം ചെയ്തിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവനെ അംഗീകരിക്കാതെ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂശിലേക്ക് കിടക്കുന്നത്, ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ടാണ് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നത്. ഞാനിപ്പോൾ ഈ ക്രൂശിൽ കിടക്കുന്ന മരിക്കേണ്ട ഒരു വ്യക്തിയാണ്, എന്നാൽ ഇങ്ങനെ കിടന്ന് മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്റെ തൊട്ടടുത്ത് ക്രൂശിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാനോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മരിക്കുവാനും പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ, മരിക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിവിടെ മിണ്ടാതെ കിടന്ന് മരിക്കാം എന്ന് വേണമെങ്കിൽ ആ കള്ളൻ ചിന്തിച്ചിരിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു ചിന്തകൾക്കപ്പുറമായിട്ട് തന്റെ മനസ്സിൽ തോന്നിയേക്കാവുന്ന പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് ആ കള്ളൻ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർക്കണമേ എന്ന്. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർക്കണമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 42-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കുക, മിണ്ടാതെ കിടന്ന് അവിടെ കിടന്ന് മരിച്ചിരുന്നുവെങ്കിലോ ആ കള്ളൻ വെറുതെ അങ്ങ് മരിച്ചു പോകുമായിരുന്നു. പക്ഷേ ആ മരണത്തിന്റെ അവസാന നിമിഷത്തിലും ക്രിസ്തു ആ കള്ളനൊരു വാഗ്ദത്തം നൽകുകയാണ്, നീ നിന്നോടുകൂടെ പരദേശിയിലേക്ക് നീ എന്നോടുകൂടെ പരിപാടിയെടുക്കേണ്ടി വരും. പക്ഷെ നീ നിന്നോടുകൂടെ പരദേശിയിലിരിക്കും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, എന്നെ ഒന്നും എടുത്തൊന്നുമല്ല എന്ന് ചിന്തിക്കേണ്ട വ്യക്തികളല്ല, മറിച്ച് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായാലും ശുശ്രൂഷ ചെയ്യാൻ നമുക്കെല്ലാം ഓടുകയുണ്ട്. എനിക്ക് എന്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഓടുവാൻ ഇനിയും സമയമുണ്ട്. എനിക്ക് ഇനി ഓടുവാനായിട്ട് ഒരുപാട്. നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യത്തിലേക്ക് കൂട്ടുവരുത്തണമെന്ന് പറഞ്ഞു. എന്നെ പള്ളിയിലെ കൂട്ടുകാരും അമ്മയെ ഒരുപാട് ഉത്സാഹം കാണിച്ചിരുന്നു കേട്ടോ. പക്ഷെ എന്റെ പപ്പ അങ്ങനെ പള്ളിയിലൊന്നും വന്നിരുന്ന ഒരു വ്യക്തിയല്ല. ഈ ആരാധന സമയത്തൊക്കെ ഈ കവലകളിൽ അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ കൂട്ടുകാരോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പ്രാർത്ഥനയാൽ മാറാത്ത ഒന്നുമില്ല കേട്ടോ. നിങ്ങളും വിശ്വസിക്കില്ല, നിങ്ങള് പ്രാർത്ഥനയാൽ മാറാത്ത ഒന്നുമില്ല, ഒന്നും തന്നെയില്ല. ഒരു വ്യാധിയുമില്ല, ഒരു കടഭാരവുമില്ല, അല്ലെങ്കിൽ പ്രയാസമില്ല, ഒന്നും തന്നെയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. ഇപ്പൊ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 8 മണി എന്നൊരു സമയമാണ്, 8 മണിക്കാണ് ആരാധനയെങ്കിൽ 7:45 ആദ്യം ഇറങ്ങി പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്റെ പപ്പയാണ്. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. വൈകുന്നേരം ഒരു 8-9 മണി സമയമാകുമ്പോൾ TV ഒക്കെ ഓഫ് ചെയ്ത് ആദ്യം തറയിലിറങ്ങിയിരിക്കുന്നത് എന്റെ പപ്പയാണ്. ഇതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ടീമിലുള്ളവരെ പറ്റി പറഞ്ഞു, ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ ഏകദേശം ഒരു 8 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് ഈ സുശേഷനിലായിരിക്കുന്ന സമയത്ത് കൺവെൻഷനുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സുശേഷ വേലകളായിക്കോട്ടെ, ഇതെല്ലാം ചെയ്തു വരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. വീടില്ലാത്തവരായിരുന്നു, പക്ഷെ വീടുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ബൈക്കുകൾ പോലും ഇല്ലാത്ത വീടുകൾ. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരെയും വീടുകൾ, നമ്മളെല്ലാവരുടെയും വീടുകൾ എടുത്ത് നോക്കിയാൽ 1-2 വാഹനങ്ങൾ, കാറുകൾ, ഇതെല്ലാം ദൈവം ഓരോരുത്തരെയും വീടുകൾ അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാക്സിമം ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്റെ അമ്മ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു കൺവെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കൺവെൻഷൻ എന്നെ കൊണ്ടുപോകും. അപ്പൊ അമ്മ എന്റെ അടുത്തോണ്ട് പറഞ്ഞു, വൈകുന്നേരം ഒരു കൺവെൻഷൻ ഉണ്ട്, നീ വരമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല. എന്ന് പറ്റി? ഞാൻ വരുന്നില്ല അമ്മ, ഞാൻ ഉറങ്ങും. സ്വാഭാവികം, കൺവെൻഷന് പോയാൽ നമ്മൾ ആദ്യം ഉറങ്ങും. ഉറങ്ങും. സ്വാഭാവികം.